ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുന്ന നല്ല സൂപ്പർ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യാസമായിട്ട് ആണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. ഒരു പാത്രത്തിലേക്ക് 8 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അടുത്തതായിട്ട് കായപ്പൊടിയാണ് വേണ്ടത്. 2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ മാങ്ങ അച്ചാറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുന്നത് ഇത് ചേർക്കുമ്പോഴാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി ഒരുപാട് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ മുളകും ഉപ്പുമൊക്കെ ഒന്ന് മിക്സാക്കി ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. ഓവറായിട്ട് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊടി നന്നായിട്ട് ഒന്ന് നനഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുത്ത് വെക്കേണ്ടത്. അല്ലാതെ കുഴമ്പ് പരുവത്തിനൊന്നും ആക്കി വെക്കരുത് കേട്ടോ. ഇതിൽ വിനാഗിരി ചേർക്കുന്നു എന്നുള്ളത് കൊണ്ട് വിനാഗിരിയുടെ ഒരു ഫ്ലേവറോ ഒന്നും ഇതിൽ മുന്നിട്ട് നിൽക്കില്ല. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അച്ചാറിനൊക്കെ ആകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അടുത്തത് കടുക് ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. അച്ചാറിന് കടുക് കൂടുതലായിട്ട് ഉള്ളത് കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാ കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ഒരു ടേസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് നമ്മുടെ മുളക് 2 സൈഡും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ചുക്കി കൊടുത്തത്. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി. ഇതിനൊന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാമേ, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിന് ശേഷം ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരും കേട്ടോ. അതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ഒരു കളറ് കുറച്ചുകൂടെ നന്നായിട്ട് വരും. അതുവരത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അതിന് ശേഷം ഇതിൽ തന്നെ ഞാൻ വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റി വയ്ക്കുന്നില്ല. ഇതിൽ തന്നെയാണ് വെച്ച് തണുപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടൊന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പാനിലുള്ള ചൂടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ അടിക്ക് പിടിക്കാതെ ഇരിക്കും. മുളക് പൊടിയൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൂട് പിടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്ത ഇത് മൂടി വെക്കരുത് കേട്ടോ. മൂടി വെച്ചാൽ ചൂട് പോകാതെ മൂടി വെച്ചാൽ അതിൽ ഈർപ്പം നിന്നിട്ട് നമ്മുടെ കറി പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മതിയാവും. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ ഒട്ടും ഈർപ്പം പാടില്ല കേട്ടോ. ഞാൻ അരിയുന്നതിന് മുന്നേ ആണ് കഴുകിയെടുത്ത് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത്. ഇതിലൊട്ടും വെള്ളം പാടില്ല, എങ്കിൽ നമ്മുടെ മാങ്ങ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. മാക്സിമം നമ്മുടെ കറിയിൽ വെള്ളം വരാണ്ട് നോക്കുക. നമ്മൾ എടുക്കുന്ന പാത്രമായാലും മിക്സ് ചെയ്യുന്ന തവിയായാലും ഏതിലായാലും
വെള്ളമില്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അച്ചാർ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഒട്ടും വെള്ളം ചേർന്നിട്ടില്ല കേട്ടോ. നമുക്ക് ദൂര സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു വിടണമെങ്കിലോ റിലേറ്റീവ്സിനൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിലെ ഉപ്പും കായവും ഒക്കെ ഒന്ന് അലിഞ്ഞിട്ട് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഇതിലേക്ക് വരും. ഒരിക്കലും അത് വെള്ളമല്ല, അതുകൊണ്ട് ഒരിക്കലും കേടാവുമൊന്നുമില്ല, ഒരു ചാറായിട്ടൊക്കെ വരും. അപ്പോൾ ഇതാ ഇപ്പോൾ 3 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. മഴ ആയത് കാരണം എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കറണ്ടൊന്നും ഇല്ലാതിരുന്നു. ഇപ്പോൾ ഇതാ 4-5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതിൽ ചാറൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടുമില്ല, നന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. അതിലൊട്ടും ഈർപ്പം ഉണ്ടാവാനും പാടില്ല, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത തവണ എല്ലാവരും അച്ചാർ ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.